ഹായ് ഗായ്സ്, വെൽക്കം ടു ആ യൂട്യൂബ് ചാനൽ. ഞങ്ങൾ സച്ചിൻ്റെ ഗ്രാജുവേഷൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ന്യൂ കാസിലിൽ നിന്ന് നോട്ടിങ്ങമിലേക്ക് പോവാണ്. ആൻഡ് സച്ചിനും ഞാനും അത്യാവശ്യം എക്സൈറ്റഡാണ്. കാരണം നമ്മൾ 1.5 വർഷം പഠിച്ചതിൻ്റെ ഒരു സെലിബ്രേഷൻ ആണല്ലോ ബേസിക്കലി. സോ ഞങ്ങൾക്ക് വളരെ വലിയൊരു ജേണിയാണ് ഞങ്ങളുടെ മുന്നിലുള്ളത്. ബിക്കോസ് ഇവിടെ ഉള്ളവർക്കറിയാം ന്യൂ കാസിലും നോട്ടിങ്ങമും രണ്ട് അറ്റത്തുള്ള സ്ഥലമാണ്. സോ ഞാനും എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞ് ഞങ്ങൾ ഒരുമിച്ച് ട്രാവൽ ചെയ്യാണ്. ഇന്ന് 27 ജൂലൈ, നാളെയാണ് സച്ചിൻ്റെ ഗ്രാജുവേഷൻ, രാവിലെ 10 മണിക്ക്. സോ ഞങ്ങൾ അത്യാവശ്യം നല്ല എക്സൈറ്റഡാണ്. കാരണം 3-4 മാസത്തിന് ശേഷം തിരിച്ച് നോട്ടിങ്ങമിലേക്ക് പോകുന്നത്. പുതിയ വർക്ക് ആയപ്പം ഞങ്ങൾ ഇങ്ങോട്ട് റീലൊക്കേറ്റ് ചെയ്തു. ആൻഡ് വി ആർ ക്വൈറ്റ് എക്സൈറ്റഡ് ടു മീറ്റ് അവർ ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് ദെയർ. ഇതാണ് ഞങ്ങളുടെ യൂണിവേഴ്സിറ്റി മെയിൻ ക്യാമ്പസ്. ഞാനും സച്ചിനും പഠിച്ചത് പക്ഷേ ഈ ക്യാമ്പസിലല്ല, സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ക്ലിഫ്റ്റണിലുള്ള ക്യാമ്പസിലാണ്. പക്ഷേ സിറ്റി ക്യാമ്പസിലാണ് ഗ്രാജുവേഷനും സ്കോളർഷിപ്പ് ഫെസ്റ്റൊക്കെ നടക്കുക. സോ ഇപ്പോൾ സച്ചിൻ്റെ ഗ്രാജുവേഷൻ ഗൗൺ ഹയർ ചെയ്യാനും പിന്നെ സച്ചിൻ്റെ സെറമണി കാണാൻ അകത്ത് 2 പേർക്ക് കയറാം. സോ അവർക്കുള്ള ടിക്കറ്റ് പർച്ചേസ് ചെയ്യാനും പോവാം. നമുക്ക് ഗ്രാജുവേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കൗണ്ടേഴ്സ് ഇവിടെ ഉണ്ട്. ഫോട്ടോഗ്രാഫി കൗണ്ടേഴ്സ് ആവട്ടെ, സർട്ടിഫിക്കറ്റ് കൗണ്ടേഴ്സ് ആവട്ടെ, എല്ലാം ഇവിടെ ഉണ്ട്. ആൻഡ് അൺഫോർച്ചുനേറ്റ്ലി സച്ചിൻ 10 AM ബാച്ചിൽ കയറേണ്ടിയായിരുന്നു. അപ്പം നിങ്ങൾ ഈ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ 10 AM ആയപ്പം ഞങ്ങൾ വരാൻ ചെറുതായൊന്ന് ലേറ്റായി. അതായത് ഞങ്ങൾ 10 AM മുന്നേ എത്തി, പക്ഷേ ഗ്രാജുവേഷൻ ഹാളിലേക്ക് കയറേണ്ട ആ ഒരു ടൈം ആയപ്പം ഞങ്ങൾക്ക് എത്താൻ പറ്റിയില്ല. സോ സച്ചിൻ്റെ ബാച്ചിലുള്ളവരുടെ ഗ്രാജുവേഷൻ ഞങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ തന്നെ അവരുടെ ഒരു അറേഞ്ച്മെൻറ്റിൽ കാണുക. നെക്സ്റ്റ് ബാച്ചിലായിരിക്കും സച്ചിൻ കയറുന്നത്, 11:45 AM ബാച്ചിൽ. സോ ഇവിടെയാണ് ആഫ്റ്റർ പാർട്ടി നടക്കുക. ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് എല്ലാവരും ഇവിടെ വന്ന് ചെറിയ ഡ്രിങ്ക്സൊക്കെ കഴിച്ച് ഹാപ്പിയായി ഫോട്ടോസൊക്കെ എടുത്ത് അവരുടെ സൂപ്പർവൈസേഴ്സിനെയൊക്കെ കണ്ട് പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യുന്ന ഒരു സ്പോട്ടാണ് നിങ്ങളാ കണ്ടത്. ആൻഡ് ദിസ് ഇസ് വെയർ വി രജിസ്റ്റർ അവർ സെൽഫ്. നമ്മുടെ പേരും പിന്നെ നമുക്ക് വേണ്ട ടിക്കറ്റും ഹാൾ എൻട്രിക്കുള്ള ടിക്കറ്റും ഒക്കെ ഇവിടുന്ന് പർച്ചേസ് ചെയ്യും. അതിനുശേഷം ഗൗണിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി പോകും. ആൻഡ് പ്രത്യേകം ഫോട്ടോഗ്രാഫി നമുക്ക് വേണമെങ്കിൽ അത് അവിടെ റിക്വസ്റ്റ് ചെയ്യാം. എല്ലാത്തിനുള്ള സംവിധാനമുണ്ട്, വളരെ ഓർഗനൈസ്ഡാണ്. എനിക്ക് നാട്ടിൽ എങ്ങനെയാണെന്ന് അറിയില്ല, ബിക്കോസ് എൻ്റെ നാട്ടിലത്തെ ഗ്രാജുവേഷൻ അറ്റൻഡ് ചെയ്യാൻ എനിക്ക് പറ്റിയില്ല. ഞാൻ UK സോ എൻ്റെയും സച്ചിൻ്റെയും ഗ്രാജുവേഷൻ വാസ് ഫ്രം ദി സെയിം യൂണിവേഴ്സിറ്റി ആൻഡ് ഇറ്റ് വെൻറ്റ് റിയലി വെൽ. നല്ല ഓർഗനൈസ്ഡ് ആയിരുന്നു. ഈവൻ നമ്മൾ ലേറ്റ് ആണെങ്കിൽ പോലും അടുത്ത ബാച്ചിൻ്റെ കൂടെ കയറാനുള്ള ഒരു സ്ലോട്ട് നമുക്കുണ്ട്. സോ ഇറ്റ്സ് ക്വൈറ്റ് കൺവീനിയൻറ്റ്. സോ ഇവിടുന്ന് നമുക്ക് സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഫോട്ടോഗ്രാഫി ലഭിക്കും. കാരണം നമ്മുടെ തന്നെ ഒറ്റയ്ക്കുള്ള ഒരു നല്ല ഫോട്ടോ വിത്ത് യൂണിവേഴ്സിറ്റീസ് എംബ്ലം ആൻഡ് നമ്മുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റൊക്കെ വെച്ച് ഇവർ നന്നായിട്ടൊരു ഫ്രെയിം ചെയ്ത് തരും. പക്ഷെ അതിൻ്റെ പാക്കേജ് ക്വൈറ്റ് എക്സ്പെൻസീവ് ആയതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു ഞാൻ തന്നെ എൻ്റെ ഫോട്ടോ എടുക്കാം. ആൻഡ് സച്ചിൻ വാസ് റിയലി കൺഫ്യൂസ്ഡ് അബൌട്ട് ഹിസ് കോട്ട്. കാരണം സച്ചിന് ലെഫ്റ്റിലേക്കാണോ റൈറ്റിലേക്കാണോ ഇതിൻ്റെ ബട്ടൺസ് ഇട്ടാൽ ഭംഗി ഉണ്ടാവുക എന്നുള്ള ഒരു കൺഫ്യൂഷനിൽ ChatGPT ആയിട്ട് വലിയ അന്വേഷണത്തിലാണ്. പിന്നെ ഞാൻ പറഞ്ഞു റൈറ്റ് സൈഡിലേക്ക് ഇട്ടാൽ കുറച്ചുകൂടി ഒരു ബോഡി ഷേപ്പൊക്കെ വെച്ച് കിട്ടും. അപ്പോൾ അതിൻ്റെ ഒരു റിസർച്ചിലാണ്. അടുത്ത ബാച്ചിൽ കയറാനുള്ളതാണ്. പക്ഷേ സച്ചിന് ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ പിക്കപ്പ് ചെയ്ത് ടെൻഷൻ അടിക്കുന്ന ഒരു പ്രകൃതമുണ്ട്. സോ ഫൈനലി ഞങ്ങളതൊരു പൊസിഷനിലിട്ട് ഏതാണ് നല്ലതെന്ന് നോക്കി ഫിക്സ് ചെയ്തു. പക്ഷേ സച്ചിൻ്റെ ഒരു ക്യാരക്ടർ അങ്ങനെയാണ്, മൈന്യൂട്ട് ഡീറ്റെയിൽസിൽ പെട്ടെന്ന് ടെൻസ്ഡ് ആവും. ഹാപ്പി മാത്രമേ ഉള്ളൂ? അതെന്താ? കല്യാണത്തിൻ്റെ വ്ളോഗിൽ സച്ചിൻ എങ്ങനെയാണെന്ന് എനിക്ക് കാണണം. അപ്പം നമുക്കിത് കമ്പയർ ചെയ്യാം. സോ സച്ചിൻ്റെ കല്യാണം ആകുമ്പം ആൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും. ഗ്രാജുവേഷൻ അല്ലേ എന്ന് പറഞ്ഞ് സർക്കാസ്റ്റിക്കായിട്ട് പറഞ്ഞതെന്ന് തോന്നുന്നു. സച്ചിൻ ആക്ച്വലി ടയേർഡാണ്, ഞാനും ടയേർഡാണ്. പക്ഷേ എന്നെ അത് വലിയ കാര്യം എഫക്റ്റ് ചെയ്യില്ല. ബിക്കോസ് എനിക്ക് തലേ ദിവസം രാത്രി വലിയ ഉറക്കം കിട്ടിയിട്ടില്ലെങ്കിലും പിറ്റേന്ന് ഞാൻ ഹാപ്പി ആയിട്ട് എണീക്കും. അപ്പോൾ സച്ചിൻ്റെ കൂടെ പഠിച്ചവരുടെ ഗ്രാജുവേഷൻ കഴിഞ്ഞു, അവർ ഇപ്പോൾ വരും. ആൻഡ് സച്ചിൻ ഗൗൺ മേടിച്ച് വരുമ്പോഴത്തേക്കും ബേസിക്കലി അവരെ മീറ്റ് ചെയ്യാം. സച്ചിൻ്റെ ഫ്രണ്ട്സൊക്കെ ആ ബാച്ചിലായിരുന്നു.
സോ നമുക്ക് അവരുടെ കൂടെ ഇരിക്കാൻ പറ്റിയില്ല, വേറെ സ്ലോട്ടിലാണ് അറ്റൻഡ് ചെയ്യുന്നത്. വിളിക്കടാ റയോൺ റയോൺ റയോൺ. എന്തൊരു പുച്ഛഭാവം, ആർക്കും ഒരു താല്പര്യമില്ലാതെ ഗ്രാജുവേറ്റ് ആയിട്ട് തോന്നണു. സച്ചിന് തന്നെ ഗ്രാജുവേറ്റ് ആവാൻ പോണുള്ളൂ, അവരുടെ ഇവിടെ പോണ്ട ആള്. ഹായ്. ഒരു മൂട്ടാ हो गया यार ये. बिल्कुल हाँ बहुत. It's a bad or is it good? Bad? No. Bad bro. What is bad? Shape, as soul, get in shape. You are literal uncle now. When are you leaving now? 11:44. എടാ ഞങ്ങൾ പിക്ചർ 8 times. Kids ആണ്. Where did you get this style? Nice, no? Next. This looks like mango. Guests from the 10 a.m. ceremony. Just for one suit, and if I get a pair, 150 pounds. I checked in Slaters and stuff, but not worth it. So I was like, I had this from India, and I had another blazer which I wore yesterday. Yeah. I just bought this one, this pant I bought from next hole. സോ സച്ചിൻ്റെ ഗ്രാജുവേഷൻ സെറമണി ബേസിക്കലി സ്റ്റാർട്ട് ചെയ്യാൻ കുറച്ചുകൂടി ടൈമുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് കുറച്ച് ഫോട്ടോസ് എടുക്കാം, കാരണം ഇവൻ ഒരിക്കലും ഒരു നല്ല പിക്ചറിന് വേണ്ടി പോസ് ചെയ്യുന്ന ആളല്ല, ഞാൻ കുറേ നിർബന്ധിക്കണം. അപ്പം ഞാൻ വിചാരിച്ചു എനിവേ ടൈമുണ്ട്, നമുക്ക് കുറച്ച് പിക്ചേഴ്സൊക്കെ എടുത്തിട്ട് പോവാം. അപ്പം ഇതിന് ശേഷം നമുക്ക് പെട്ടെന്ന് പുറത്ത് പോകേണ്ടി വന്നു കഴിഞ്ഞാൽ പിക്ചേഴ്സ് കിട്ടിയില്ല എന്ന് വേണ്ടല്ലോ, കാരണം ഇവിടെ കുറച്ച് പൊസിഷൻസിൽ നല്ല പിക്ചേഴ്സ് കിട്ടും ആൻഡ് അവിടെ എപ്പോഴും തിരക്കായിരിക്കും. അപ്പം ഞാൻ പറഞ്ഞു നല്ല കുറച്ച് പിക്ചേഴ്സ് എടുക്കാം, ഇതൊക്കെയല്ലേ ഒരു നല്ല മെമ്മറി. കാരണം ഇനി എന്തായാലും സച്ചിൻ തുടർന്ന് പഠിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല, അൺലെസ് ആൻഡ് അൺടിൽ ഹി ഡിസൈഡ്സ് ടു ഡു എ PhD. അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞു പിക്ചേഴ്സൊക്കെ എടുക്കാം. ആൻഡ് ഇതാണ് നമ്മുടെ യൂണിവേഴ്സിറ്റി ഹാൾ. ഇതിൻ്റെ അകത്തേക്ക് കയറണേ നമ്മൾ ഈ ടിക്കറ്റൊക്കെ കാണിച്ച് ഇവിടെ നമുക്ക് കൊടുക്കാനുള്ള ബൊക്കെയൊക്കെ പ്ലേസ് ചെയ്തിട്ട് വേണം പോവാൻ. അപ്പം ഞാനതൊക്കെ സേഫായി വെച്ച് അകത്ത് പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ കയറി. ഫ്രണ്ടിൽ 2 റോസ് റിസർവ്ഡ് ആയിരുന്നു, അപ്പം ഞാൻ അതിൻ്റെ തൊട്ട് ബാക്കിലിരുന്നു. അതാകുമ്പോൾ എനിക്ക് നന്നായി വീഡിയോ എടുക്കാം, ഇവൻറ്റ് നന്നായി കാണാം. അതുകൊണ്ട് ഞാൻ ഫ്രണ്ടിൽ തന്നെ എൻ്റെ സ്ഥലം പിടിച്ചു. എല്ലാവരോടും ഞാൻ എപ്പോഴും പറയുന്ന കാര്യം, നമ്മൾ എന്ത് പ്രോഗ്രാമിന് പോവുകയാണെങ്കിലും ഫ്രണ്ടിൽ തന്നെ ഇരിക്കണം, കാരണം നമുക്ക് നന്നായി കാണാനും പറ്റും, അത് നമ്മുടെ കോൺഫിഡൻസിനെ കുറച്ചുകൂടി ബൂസ്റ്റ് ചെയ്യില്ലേ. സോ എല്ലാ പേരൻസും വളരെ പ്രൗഡായിട്ട്, പേരൻസ് ആവട്ടെ ഫ്രണ്ട്സ് ആവട്ടെ, അവരുടെ കുട്ടികളുടെയും മറ്റുള്ളവരുടെയൊക്കെ ഗ്രാജുവേഷൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. അതിൻ്റെ ഉള്ളിലിരുന്നപ്പോൾ എനിക്ക് എൻ്റെ ഗ്രാജുവേഷൻ ഓർമ്മ വന്നു. എനിക്ക് എൻ്റെ പേരൻസിനെ കൊണ്ടുവരാൻ പറ്റിയില്ല, കാരണം എനിക്ക് കുറച്ചുകൂടി ഒരു വലിയ ഡ്രീമുണ്ട്. ഞാൻ ആ ടൈം ആകുമ്പോൾ അവരെ കൊണ്ടുവരാം എന്ന് വിചാരിച്ചിരിക്കുക. Welcome you to this graduation ceremony for students from the School of Science and Technology. We are here to celebrate you and all that you have achieved. Sachin, look. Vice Chancellor. ഞാൻ സത്യം പറഞ്ഞാൽ ഈ ഒരു ഇവൻറ്റ് അറ്റൻഡ് ചെയ്തപ്പം എനിക്ക് സച്ചിനെ
ആലോചിച്ച് എനിക്ക് ഭയങ്കര പ്രൗഡായി തോന്നി. കാരണം നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയുമെന്ന് എനിക്കറിയില്ല, ഞങ്ങൾ ഒരു വീഡിയോയിലും പറഞ്ഞിട്ടില്ല. സച്ചിൻ എല്ലാവരെക്കാട്ടും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റുഡൻ്റാണെന്ന് എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം സച്ചിൻ ഒരു ലാസ്റ്റ് മിനിറ്റ് ഹാർഡ് വർക്കർ ആണെങ്കിൽ പോലും ആളുടെ കരിയറിന് വേണ്ടത് എന്താണ്, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വളരെ നല്ല ധാരണയുള്ള ഒരു സ്റ്റുഡൻറ്റാണ്. സോ ഐ ഫെൽറ്റ് റിയലി പ്രൗഡ് ആഫ്റ്റർ സീയിങ് ഹിം ദെയർ. ആൻഡ് സച്ചിനൊപ്പം HCPC രജിസ്റ്റേർഡായി ആൻഡ് ഹി ഗോട്ട് എ മാസ്റ്റേഴ്സ് ഡിഗ്രി. സോ എനിക്ക് തോന്നുന്നു ഞാൻ അധികം ബോയ്സിനൊന്നും അത്ര ഹാർഡ് വർക്ക് ചെയ്ത് കണ്ടിട്ടില്ല എൻ്റെ പേഴ്സണൽ ലൈഫിൽ. ഹാർഡ് വർക്ക് ചെയ്യുന്നവരല്ല ബോയ്സ് എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ ഞാൻ എൻ്റെ പേഴ്സണൽ ലൈഫിൽ കണ്ടിട്ടുള്ള ആൺകുട്ടികളെ വെച്ച് കമ്പയർ ചെയ്യുമ്പം സച്ചിൻ did a really wonderful job and I'm really proud of him. സച്ചിനൊപ്പം NHSൽ ജോലി കിട്ടി. സോ ഹാർഡ് വർക്ക് പേസ് എന്ന് നമ്മൾ പറയില്ലേ. ആൻഡ് എനിക്കിത് കാണുന്നവരോടും പറയാനുള്ളത്, നമ്മളുടെ ഡ്രീംസ് എത്ര ചെറുതാണെങ്കിലും നമ്മൾ അതിനു വേണ്ടി വർക്ക് ചെയ്യുമ്പം ആ ഡ്രീം നമ്മളറിയാതെ വലുതായിക്കൊണ്ടിരിക്കുക. ആൻഡ് നമ്മളുടെ ഡ്രീംസ് നമ്മളുടെ തന്നെ ഡ്രീംസാണ്. അത് നിറവേറ്റാൻ വേറെ ആരും വരില്ല. ഇവിടുത്തെ പേരൻസിനെയും ഗ്രാജുവേഷൻ അറ്റൻഡ് ചെയ്യാൻ വന്നവരെയൊക്കെ കാണുമ്പം എനിക്ക് അവരുടെയൊക്കെ സന്തോഷം വളരെയധികം റിലേറ്റ് ചെയ്യാൻ പറ്റി. കാരണം എവറിബഡി ആർ പ്രൗഡ് ഓഫ് ദിയർ കിഡ്സ് ആൻഡ് എല്ലാവരും വളരെ ഹാപ്പി ആയിട്ട്, ആർക്കും ഒരു തരത്തിലുള്ള ദേഷ്യമോ സങ്കടമോ ഒന്നുമില്ലാതെ എല്ലാവരും ഹാപ്പി ആയി പിരിഞ്ഞൊരു ഇവൻറ്റ്. കാരണം എത്രയോ ദിവസങ്ങളുടെ ഹാർഡ് വർക്കാണ് ഇന്നിപ്പം ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റുന്നത്. ഞങ്ങൾ രണ്ടുപേരും ഇതുവരെ ഒരു വീഡിയോസിലും പറയാത്തൊരു കാര്യമാണ്, ഞങ്ങൾ സയൻസ് ബേസ്ഡ് സബ്ജക്ട്സ് പഠിക്കാനാണ് ഇവിടെ വന്നത്. ഞാൻ മാസ്റ്റേഴ്സ് ഇൻ മൊളിക്യുലർ മൈക്രോബയോളജിയും സച്ചിൻ മാസ്റ്റേഴ്സ് ഇൻ ബയോമെഡിക്കൽ സയൻസ് ചെയ്തത്. ആൻഡ് ഞങ്ങളുടെ ഗ്രാജുവേഷൻ എല്ലാം കഴിഞ്ഞു, ഞങ്ങൾ ഗ്രാജുവേറ്റായി. ഞാൻ ഇപ്പം ക്ലിനിക്കൽ മൈക്രോബയോളജി ലാബിൽ വർക്ക് ചെയ്യുക. സച്ചിൻ ജസ്റ്റ് NHSൽ ജോയിൻ ചെയ്തിട്ടുള്ളൂ. ഇതിനു മുൻപ് ഞാൻ നാട്ടിൽ മൈക്രോബയോളജി, കെമിസ്ട്രി, സുവോളജി ചെയ്ത് ആൻഡ് സച്ചിൻ വാസ് ഇൻ CMC വല്ലൂർ. അപ്പം ഇറ്റ്സ് എ ലോങ് ജേർണി ഫോർ ബോത്ത് ഓഫ് അസ്. ഞങ്ങളുടേതായ ഹർഡിൽസും കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്ത്, സത്യം പറഞ്ഞാൽ ഏതൊരു ഇൻ്റർനാഷണൽ സ്റ്റുഡൻറ്റിനും പ്രൗഡാകാൻ പറ്റിയ ഒരു മൊമെൻ്റ് അല്ലേ ഇത്. കാരണം നമ്മൾ ഗ്രാജുവേറ്റായി, എത്രയോ ഹ്യൂജ് എമൗണ്ട് പേ ചെയ്ത് ഇവിടെ വന്ന് we did something great and I think we have to be proud of ourselves. നമുക്ക് ചിലപ്പോൾ ആ ജേർണി വളരെ ചെറുതായിട്ട് തോന്നും, കാണുന്നവർക്കും ചെറുതായിട്ട് തോന്നും. പക്ഷെ തിരിഞ്ഞു നോക്കുമ്പം we did a lot of things. പാർട്ട് ടൈം ജോലി ചെയ്തു, പഠിച്ചു, എക്സാംസ് എഴുതി. ആൻഡ് എല്ലാവരും കാണുമ്പം ഇവിടുത്തെ എക്സാംസ് ഒക്കെ പാസ്സാവാൻ എളുപ്പമാണെന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷേ ഗ്രാജുവേറ്റ് ചെയ്യാൻ പറ്റാത്ത എത്രയോ സ്റ്റുഡൻസ് ഉണ്ട്. ആൻഡ് ബാക്ക് സ്റ്റോറീസ് നമുക്കറിയില്ല. കാരണം പഠിക്കാൻ വന്നിട്ട് അതിൽ നിന്ന് വഴുതി മാറി പല കാര്യങ്ങളിലേക്ക് പോയി ഫ്യൂച്ചർ സ്പോയിൽഡ് ആവുന്നവരും ഉണ്ട്. അപ്പം അതിൻ്റെ ഇടയിൽ നമുക്ക് നല്ലൊരു ഫ്യൂച്ചറിലേക്ക് എത്താൻ പറ്റുന്നുണ്ടല്ലോ. സോ നിങ്ങൾക്ക് ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. മറ്റൊരു വ്ളോഗുമായിട്ട് നമുക്ക് വേറൊരു ദിവസം കാണാം. And I wish everybody all the best for your future. And thanks for watching.